പുലർച്ചെ 4 മണിക്ക് എണീച്ചിട്ട് പോണ എവിടേക്കാണെന്നറിയോ? ജോലി ആവശ്യാർത്ഥം ഫർസാൻ ദ്വീപിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു 3 മണിക്കൂർ മുമ്പ് എന്തെങ്കിലും പോയില്ലെങ്കിൽ ആ ഷിപ്പിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ പോയി നോക്കുന്നത്. പുലർച്ചെ ഇത്ര നേരത്തെ പോയിട്ട് തന്നെ അത്യാവശ്യം വണ്ടികളൊക്കെ മുമ്പിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരു 6:30 മണിയാകുമ്പോഴേക്ക് തന്നെ വണ്ടികളൊക്കെ കൂടുതലായിട്ട് പോർട്ടിലേക്ക് എത്താം. ഏകദേശം ഒരു 4 മണിക്കൂറിന്റെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് പോകാനുള്ള ജങ്കാർ അതാട്ടോ ദൂരെന്ന് അടുത്തോണ്ടിരിക്കുകയാണ്. ഫർസാനിൽ ഇങ്ങോട്ട് വന്ന വണ്ടികളൊക്കെ തന്നെ ആദ്യം ഇറക്കിയതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഫർസാനിലേക്കുള്ള വണ്ടികളൊക്കെ പിന്നെ അതിലേക്ക് തിരിച്ച് കയറ്റുന്ന കാഴ്ചകളാണത്. അങ്ങനെ ഓരോന്നായിട്ട് വണ്ടി നിറച്ച് ഇതുപോലത്തെ വലിയ വലിയ ട്രെയിലറുകളടക്കം 10-40 വണ്ടിയോളം ഇതുപോലത്തെ ഒന്നിൽ കയറിട്ടോ. ഇനി 3 മണിക്കൂർ യാത്രയാണ്. അത് നമുക്ക് വണ്ടിയിൽ വേണം അവിടെ ഇരിക്കുക. പിന്നെ ഉള്ളിൽ പോയിട്ട് കിടക്കാനുള്ള സൗകര്യം ഉണ്ട്. ഞാൻ പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വണ്ടിയിൽ തന്നെ ഉറങ്ങാൻ വിചാരിച്ചിട്ട് അതിൽ തന്നെ ഇരുന്നത്. രാവിലെ പോകുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ബീവി കുറച്ച് പത്തിരിയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയത് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടെന്ന്. അപ്പോൾ അതും കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നത്. കടലിനെ കുറിച്ചിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നോക്കത്താ ദൂരത്തോളം കണ്ണും നട്ടുള്ള ഒരു കാഴ്ചയാണത്. അങ്ങനെ കണ്ണും നട്ട് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോഴേക്ക് ബാക്കിയുള്ള ആളുകളൊക്കെ ഉള്ളിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. പുറത്ത് നിന്ന് കാഴ്ചകളൊക്കെ കാണാനും വീഡിയോ എടുക്കാനും അതിങ്ങനെ ആസ്വദിക്കാനൊക്കെ ഭയങ്കര രസമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം ഒരു 10 മണിൻ്റെ അടുത്ത് സമയമായിട്ടുണ്ടാവും കേട്ടോ. നല്ല ചൂടാണ് വെയിൽ. ഞാൻ നല്ല വേഗം പോയിട്ട് വണ്ടി കയറിയിരുന്നു. പുറത്ത് നിന്നൊക്കെയാണെങ്കിൽ ഒരുങ്ങി പോകും. വണ്ടിയിൽ ഉറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ വലിയ ഉറക്കൊന്നും ക്ലിയർ ആയിട്ട് കിട്ടൂല. എന്നാലും ഒരു പകുതി മയക്കത്തിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് ഫർസാനിലെത്തി. ഫർസാനിൽ നിന്ന് വണ്ടിയൊക്കെ പുറത്തിറക്കിയതിന് ശേഷം സൂക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വണ്ടികൾ കൊണ്ടുവരുന്ന ജങ്കാർ ആയതുകൊണ്ടാണ് 3 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്നത്. അല്ലെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് യാത്രാ കപ്പലുകൾ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫർസാനിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സാധാരണ മരുഭൂമിയൊക്കെ തന്നെയാണ് അവിടെ കാണാനുള്ളത്. കാലിയാണ്, റോഡൊക്കെ കാലിയാണ്. നമ്മൾ മറ്റുള്ള മാതിരി അത്ര ജഗപൊക വണ്ടികളും ഓട്ടങ്ങളും ഒച്ചപ്പാടുകളും ഒന്നുമില്ല. ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് ഓട്ടത്തിനൊടുവിൽ ഞാനിതാ ഫർസാന്റെ സൂക്കിലേക്ക് എത്താൻ പോകും. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പല പ്രൊജക്ടുകളും ഫർസാനിൽ വന്നിട്ട് നല്ല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മെയിൻ റോട്ടിൽ നിന്ന് വലത്തെ ഭാഗത്തേക്ക് അങ്ങോട്ട് കയറുന്ന സൈഡിൽ തന്നെയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാങ്ക്, പോലീസ് സ്റ്റേഷൻ, സ്കൂളുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ 12:30 മണിക്ക് നമ്മൾ അവിടെ എത്തി. എത്രയും പെട്ടെന്ന് ഫ്രഷ് ആവുക എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരമായി താമസിക്കുന്ന ഒരു ഹോട്ടലാണിത്. അവിടെ പോയി ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടി സൈഡാക്കി ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് മെല്ലെ അതിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോൾ അതിന്റെ മുമ്പിൽ തന്നെ പ്രായമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ട്. അയാൾ ആ പുഞ്ചിരി തന്നെ കണ്ടാൽ മതി. ഒരു പാവം മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ റൂം പോയി ഫ്രഷ് ആയതിനു ശേഷം അപ്പോഴേക്ക് വിശന്ന് കുടൽ കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. വേഗം സൂക്ക് പോയിട്ട് ഈ ഹോട്ടലിൽ കയറിയിട്ട് നല്ല അൽഫാമും ചോറും തിന്നാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂം പോയിട്ട് ഒന്നും കൂടി റെസ്റ്റ് എടുത്ത് അതിന് ശേഷം ഒരു 3 മണിയാകുമ്പോൾ ഒന്നുകൂടി സൂക്കിലേക്ക് വന്നു. ജോലിക്കൊക്കെ നല്ലൊരു എനർജി കിട്ടണമെങ്കിൽ നല്ല കടുപ്പത്തിലൊരു ചായ കിട്ടണം. അങ്ങനെ ഒരു പാകിസ്ഥാൻ്റെ അടുത്ത് പോയിട്ട് നല്ലൊരു ചായ ഒക്കെ വാങ്ങി കുടിച്ച് അപ്പോഴാണ് ഞാൻ റോഡുമേലേക്ക് ശ്രദ്ധിച്ചത്. എല്ലാവരും ഉണ്ട് സൈക്കിൾ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സൈക്കിളിൻ്റെ ബാക്കിൽ ഓരോ കൊട്ടുണ്ട്. മിക്കവാറും ഡെലിവറി ചെയ്യുന്ന പോലെ എന്തെങ്കിലും ആയിരിക്കും. ഞാനത് പിന്നെ അന്വേഷിക്കാനൊന്നും പോയില്ല. അപ്പോഴേക്കും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി. ഞാനങ്ങനെ ഫർസാൻ്റെ തെരുവീതികളിലൂടെ നേരെ അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് കാഴ്ചകൾ. ഇതൊക്കെയാണ് ഫർസാൻ്റെ മെയിൻ സൂക്കാണിത്. ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്ന കുറേ കച്ചവടക്കാരുണ്ട്. ബംഗാളികളും മലയാളികളും അതുപോലെ തന്നെ പാകിസ്ഥാനികളൊക്കെ തിങ്ങി നിൽക്കുന്നൊരു സൂക്ക്. അങ്ങനെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴേക്ക് ഒരുപാട് സമയമായിട്ടുണ്ട്. സൂക്ക് പോയിട്ട് ഇവിടെ പോയിട്ട് ഒരു ബ്രോസ്റ്റ് കഴിച്ച് അങ്ങനെയെല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് റൂമിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു 12:30 മണിയായിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കുമ്പോൾ ആകെ ഒരു ഒച്ചയും അനക്കവും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒരു മനുഷ്യനെ പോലും അവിടെ എവിടെയും കാണുന്നില്ല. എല്ലാവരും ഉറങ്ങിയും തോന്നുന്നുണ്ട്. ഒച്ച ഉണ്ടാക്കാതെ മെല്ലെ റൂമിലേക്ക് കയറി നോക്കുമ്പോഴാണ് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പുലർച്ചെ 4 മണിക്കാണല്ലോ റിട്ടേൺ ടിക്കറ്റ് എടുത്തതിനുള്ള ഓർമ്മ വന്നത്. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ മുമ്പേ അവിടെ എത്തണോ? 2 മണിയാകുമ്പോൾ അവിടെ എത്തേണ്ടത് കൊണ്ട് തന്നെ പിന്നെ റൂം പോയിട്ട് കൂടുതലൊന്നും ആലോചിച്ചില്ല. അവിടുന്ന് ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. അങ്ങനെ ഒന്നും നോക്കിയില്ല. വണ്ടി എടുത്തിട്ട് സീപോർട്ടിലേക്ക് കുതിച്ചു. റോട്ടിലെങ്ങും തെരുവിളക്കിന്റെ വെളിച്ചുണ്ടെങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കൂരി റിട്ടാണ്. റോട്ടിലൊന്നും ഒരാളെയും മനുഷ്യനെയും വണ്ടിയും കാര്യങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ വിജനമായിട്ടുള്ള റോഡാണ്. 2 സൈഡിലും നല്ല ഇരുട്ടാണ്. ചെറിയൊരു പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രക്കൊന്നുമില്ല. എന്നാലും നീണ്ട മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വണ്ടിയും ജങ്കാറിലേക്ക് കയറ്റി. അതാ കാണുന്നതാണ് അടുത്തൊരു ജങ്കാർ പോരാനുള്ളത്. പിന്നെ ആളുകൾക്ക് പോരാനുള്ള ഷിപ്പ് അവിടെ കാണുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ. അങ്ങനെ ഒരു 4:30-5 മണിയാകുമ്പോൾ അവിടുന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് കിഴക്കുന്ന് സൂര്യന് പതപതാന്ന് ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. കണ്ണുകളൊക്കെ ഉറക്കത്തെ മാടി വിളിക്കാൻ തുടങ്ങി. ഫർസാൻ ദ്വീപിനോട് യാത്ര പറഞ്ഞ് ഞാൻ വണ്ടിയിലേക്ക് കയറി. ഇനി 3 മണിക്കൂർ കഴിയണം ജിസാനിലെത്താൻ. അപ്പോഴേക്ക് ജിസാനിൽ ഫർസാനിലേക്ക് പോകാനുള്ള വണ്ടികളൊക്കെ വരിയായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. ഏതായാലും വലിയൊരു ചടങ്ങാണ് ജിസാനിൽ നിന്ന് ഫർസാനിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തിൽ.